ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കാര്യങ്ങൾ നല്ല വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ റൂമിൻ്റെ അകത്ത് നല്ല സ്പേസ് കിട്ടുന്നില്ല എങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. അത് അറ്റാച്ച്ഡാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിങ് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ കൂടി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വന്ന എൻട്രൻസ് ആണ് ഇവിടെ വരുന്നത്. എൻട്രൻസിൽ നിന്ന് കയറി വരുന്ന സ്ഥലത്ത് സ്വിച്ച് ബോർഡ് മെയിനായിട്ട് കൊടുത്തു. അതിൽ നിന്നും നമുക്ക് ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് കട്ടിലിൻ്റെ ഏരിയ വരുന്നത്. കട്ടിലിൻ്റെ ഏരിയ നമ്മൾ ഈ ഏരിയയിലേക്ക് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 6 അടി വരുന്ന കട്ടിലിടാവുന്ന രീതിയിൽ സെൻറ്ററിൽ കട്ടിൽ കൊടുത്തു. 2 സൈഡുകളിലായിട്ട് 2 സ്വിച്ച് ബോർഡിൻ്റെ അല്ലെങ്കിൽ ഒരു സൈഡ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ സൈഡ് ടേബിൾ 50 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിൽ കൊടുത്തു. അപ്പോൾ ഈ പറയുന്ന എൻട്രൻസ് വരുന്ന ഇവിടെയാണ്. അതിൽ നിന്നും നേരെ ഇപ്പുറത്തേക്ക് മാറിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കട്ടിലിൻ്റെ ഏരിയ. ആ കട്ടിലിൻ്റെ സെൻറ്ററായിട്ട് നമ്മളൊരു പിക്ചർ ലാമ്പ് കൂടി കൊടുത്തു. അത് കൂടാതെ തന്നെ നമുക്കൊരു എ സിയുടെ ഓപ്ഷൻ കൂടി കൊടുത്തു. പിന്നെ നമ്മൾ ഈ പറയുന്ന കട്ടിലിൻ്റെ 2 സൈഡുകളിലായിട്ട് 2 2 വേ സ്വിച്ച്, ഫാൻ്റെ ലൈറ്റിൻ്റെ, പിന്നെ മാസ്റ്റർ സ്വിച്ച്, എ സിയുടെ സ്വിച്ച് 2 സൈഡുകളിലായിട്ട് 2 പ്ലഗ് സോക്കറ്റ് കൂടി കൊടുത്തു. ലാപ്ടോപ്പ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പേസ് അത്യാവശ്യം നമുക്ക് വരുമാനം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് USB-യുടെ ഒരു പോർട്ട് കൂടി കൊടുത്തു. അതായത് നേരെ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ അതായത് 5 വോൾട്ട് കിട്ടുന്ന രീതി AC, മാസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ പിക്ചർ ലാമ്പിൻ്റെ വേണമെങ്കിൽ ലൈറ്റ്, ഫുഡ് ലാമ്പിൻ്റെ ലൈറ്റുകൾ, സ്വിച്ചുകൾ നമ്മൾ ഈ ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്തേക്ക് മാറി 2 വേ റെഗുലേറ്റർ അങ്ങനെയുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ BLDC ആകുമ്പോൾ നമുക്ക് റെഗുലേറ്ററിൻ്റെ ആവശ്യം വരില്ല, അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് വരുന്ന ഒരു എക്സ്ട്രാ ലൈറ്റ് മുകളിൽ സീലിംഗ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ, പിന്നെ ഒരു പ്ലഗ് സോക്കറ്റ് കൂടി കൊടുത്തിരിക്കുക. അപ്പോൾ 2 സൈഡുകളിലായിട്ട് 2 പ്ലഗ് സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിൽ നമ്മളിവിടെ ഒരു TV-യുടെ യൂണിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ ഇങ്ങനെ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാം. അതായത് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ മുകളിൽ നമ്മൾ നോക്കി അറിയാൻ പറ്റും. പ്രൊഫൈൽ LED ഉണ്ടോ? പ്രൊഫൈൽ LED കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 4 സൈഡുകളിലായിട്ട് 6 വാട്ട്സിൻ്റെ പാനൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ വരുന്നത് ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ അത് നമ്മൾ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡ്രസ്സിങ് ഏരിയയുടെ ഒരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യാതൊരു തടസ്സമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഡ്രസ്സിങ് ഏരിയ നമ്മുടെ റൂമിൻ്റെ ആ ഏരിയയിൽ നിന്ന് മാറി ബാത്റൂമിനോട് അറ്റാച്ച് ചെയ്ത് ബെഡിൻ്റെ ഏരിയയിലേക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുന്ന ഏരിയയുടെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തു. അതിനുശേഷം നേരെ ബാത്റൂമിലേക്ക് എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഇവിടെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടറാണ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം, ടേബിൾ ടോപ്പ്, വാഷ് ബേസിൻ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ്, പിന്നെ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കുന്ന ഏരിയ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കണ്ടോ, ഈ ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്നത്. നമ്മൾ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡ്രസ്സ് സിമ്പിളായിട്ട് ഇവിടുന്ന് എടുത്ത് ചേഞ്ച് ചെയ്യാനും, അതുപോലെ തന്നെ ഈ സൈഡിൽ കാണാൻ സാധിക്കും ഒരു ഗ്ലാസ് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സിങ് ഏരിയയിൽ നമുക്കൊരു മിറർ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റൂമിൽ നിന്നും സെപ്പറേറ്റ് മാറി എല്ലാ സംവിധാനം കിട്ടുന്ന രീതിയിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാസ്റ്റർ റൂം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നല്ല രീതിയിൽ സൗകര്യങ്ങളോട് കൂടി എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. മെയിനായിട്ട് വരുന്ന മാസ്റ്റർ റൂമിൻ്റെ ഏരിയ, അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ സീലിംഗ് വർക്കുകൾ, ലൈറ്റ്സുകൾ, അതുപോലെ തന്നെ നമ്മൾ BLDCയുടെ ഫാൻ, പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു TV-യുടെ യൂണിറ്റ് വേണമെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ലാപ്ടോപ്പിൻ്റെ ഏരിയ വേണമെങ്കിൽ അങ്ങനെ. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ആണ്. ഡ്രസ്സിങ് ഏരിയ നമുക്ക് കബോർഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ മെയിനായിട്ട് ഡ്രസ്സിങ് ഏരിയ തിരിച്ചു വെക്കുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഷിഞ്ഞ വസ്ത്രങ്ങളോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയ മാറി നിൽക്കും. അപ്പോൾ റൂമിൻ്റെ അകത്ത് എപ്പോഴും ഒരു ഫ്രഷ്നെസ്, നമുക്ക് ആ ബെഡിൻ്റെ ഏരിയയിലൊക്കെ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. ആ ഡ്രസ്സിങ് ഏരിയ തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.